നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പോൾ അമ്പലത്തിൽ മാത്രമല്ല, പോകുന്ന വഴി വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴി ബാക്കി കാണാം. അങ്ങനെ നേരെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് ചെന്നു. കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് ആദ്യം പോയത്. അവിടെ പോയൊരു വിളക്കൊക്കെ കത്തിച്ച് പ്രസാദമൊക്കെ വാങ്ങി ഫുള്ള് പോസിറ്റീവ് എനർജിയായി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആക്ച്വലി കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അമ്പലം അടച്ചില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ പോയൊരു തേങ്ങയൊക്കെ ഉടച്ച്, പിന്നെ അമ്പലം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തുനിന്ന് മാത്രം വീഡിയോ എടുത്തത്. അകത്തുനിന്നൊന്നും വീഡിയോ എടുക്കുന്നത് അമ്പലത്തിൽ പറ്റില്ലല്ലോ. പിന്നെ നേരെ ഞങ്ങളൊരു ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ അത്താഴ പൂജയായി അടയ്ക്കാറായിരുന്നു. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നേരെ ടൈറ്റൻ്റെ ഷോറൂമിലേക്ക് എനിക്ക് ഒന്നുകൂടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു വാച്ചിൻ്റെ സ്ട്രാപ്പ് മാറ്റണമായിരുന്നു. അങ്ങനെ ചെന്ന സ്ഥിതിക്ക് ചെന്നതല്ലേ എന്ന് കരുതി വാച്ചസൊക്കെ ഒന്നും കൂടെയൊക്കെ നോക്കാമെന്ന് കരുതി. എനിക്കിങ്ങനെ പുതിയ കളക്ഷൻസൊക്കെ വരുന്നതൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണ്. എസ്പെഷ്യലി ടൈറ്റൻ റാഗയുടെയൊക്കെ നല്ല നല്ല ബ്യൂട്ടിഫുൾ വാച്ചസ് ആയിരുന്നല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് അവരുടെ സ്മാർട്ട് വാച്ച് സെക്ഷനൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ സ്മാർട്ട് വാച്ചസിൽ യൂഷ്വലി കാണാറുള്ളത് ഈ റബ്ബർ സ്ട്രാപ്പിൻ്റെ തന്നെയാണ്. ഇപ്പം പോരാത്തതിന് ആപ്പിൾ വാച്ചിലെ പോലെ ഞാനിങ്ങനെ മെറ്റൽ സ്ട്രാപ്പ് വരുന്നതൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ടൈറ്റൻ്റെ ഷോറൂമിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ കയറി, ഒന്നും നോക്കിയില്ല. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ബട്ടൂരയും മറ്റേത് മഷ്റൂം മസാല ദോശ. ഞാൻ നോർമലി കഴിക്കാറുള്ളത് നമ്മുടെ നോർമൽ മസാല ദോശ. ഇത് മഷ്റൂം മസാല ദോശ ഞാൻ ഒരു ദിവസം വെറൈറ്റിക്ക് ഓർഡർ ചെയ്തത്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഈ കഴിച്ചിട്ട് ആക്ച്വലി നല്ലതാണ് എന്നുള്ള എക്സ്പ്രഷനാണ് ഇടാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവസാനം എക്സ്പ്രഷൻ വന്നപ്പോൾ വേറെ എന്തൊക്കെയോ ആയിപ്പോയതാണ്. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി നേരെ അക്വേറിയത്തിലേക്ക് ചെന്നു ഒരു ഫൈറ്റർ ഫിഷിനെ വാങ്ങാനായിട്ട്. അപ്പോൾ അവിടെ ഞാൻ എപ്പോൾ ചെന്നാലും വർഷങ്ങളായിട്ട് ഈ ഒരു വലിയ ഫിഷ്, അതൊരു വലിയ ടാങ്കാണ്. ആ ഒരു വലിയ ടാങ്ക് ഈ മീൻ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ഇപ്പം ചെന്നപ്പോഴത്തേക്കും ആ മീനിൻ്റെ കൂടെ വേറെ കുറേ മീനുകളെ ഇട്ട് കൊടുത്തേക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു വലിയ ടാങ്കിൽ ആ മീനിങ്ങനെ ഹോളായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല രസം. ആ കടയുടെ പുറത്തുനിന്നേ കാണുന്ന വ്യൂ അതാണ്. അപ്പോൾ എനിക്ക് ഈ മീനിനെ കുറിച്ചൊന്നും പറഞ്ഞു തരാൻ കാര്യമായിട്ട് അറിയത്തില്ല, അതിൻ്റെ നെയിമൊന്നും. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് ഫിഷസിനെയൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ക്യാപ്ചർ ചെയ്തതാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻസ് മതി. പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത് ഒരു വട്ടം ചാള വെച്ചിട്ട് ചെയ്ത് നോക്കി. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് അയില വെച്ചിട്ടാണ്. അപ്പം ഇഷ്ടമുള്ള ഫിഷ് വെച്ചിട്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഭയങ്കര ടേസ്റ്റാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻസും മതി, ബട്ട് ദ ടേസ്റ്റ് ഇസ് വെരി നൈസ്. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളക്. ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് ഇങ്ങനെ ഫുള്ളായിട്ടുള്ള കുരുമുളക്, പൊടിയല്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം, നോട്ട് പൊടി. ഫുൾ കുരുമുളക് എടുക്കണം. ആൻഡ് ഉപ്പ്. ഈ 2 ഇൻഗ്രീഡിയൻസ് മതി അതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഫിഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, ഏതാണെന്ന് വെച്ചാൽ. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതും പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നതും ചാളയാണ്. പിന്നെ ഞാനിപ്പോൾ അയില വെച്ചിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം അത്
ഞാനിതിപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് റിവ്യൂ അറിയിക്കുന്നതാണ്. പിന്നെ വാഴയിലയും വേണം, ഒരു 2 പീസ് വാഴയില, അതായത് ബോട്ടമിൽ വെക്കാനും അതിൻ്റെ മുകളിൽ വെക്കാനും. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് അയിലയാണ്. നിങ്ങൾക്ക് ചാള വെച്ചും ട്രൈ ചെയ്ത് നോക്കുക, അത് കുറച്ചുകൂടെ ടേസ്റ്റിയർ ആയിരിക്കും. ആൻഡ് ഇതിനിപ്പം ഞാൻ ഈ 3 പീസിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ അതുപോലെ ഉപ്പും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ആൻഡ് അത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷിലേക്ക് നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ആൻഡ് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മളൊരു 10 മിനിറ്റ്സ് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അരച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കൺസിസ്റ്റൻസിയിൽ അത് അരഞ്ഞു വരില്ല. അങ്ങനെ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ വെക്കുന്ന വാഴയില അടുക്കി പിടിക്കാതിരിക്കാൻ മാത്രമായിട്ടുള്ള എണ്ണ മാത്രം മതി. എന്നിട്ട് നമ്മളൊരു വാഴയില വെച്ചിട്ട് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷിൻ്റെ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് വീണ്ടും ഒരു വാഴയില വെച്ചിട്ട് നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് വെക്കുക. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ച് ആ വാഴയിലയുടെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആ ലിഡ് തുറന്ന് മുകളിൽ ഇരിക്കുന്ന വാഴയില എടുത്ത് മാറ്റിയിട്ട് അത് ഓപ്പണായിട്ട് വെച്ച് കുക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി അത് പ്രോപ്പറായി ഫ്രൈ ആവത്തില്ല. അതിനുശേഷം അപ്പുറത്തെ സൈഡും തിരിച്ചിട്ട് പ്രോപ്പറായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ഫിഷ് ഫ്രൈ റെഡി. സൂപ്പർ ടേസ്റ്റ്. ഞാൻ വിചാരിച്ചു മറ്റേ മീൻ കൊണ്ട് ചെയ്താൽ മാത്രമേ ടേസ്റ്റ് കാണുമെന്ന്, പക്ഷേ ഇതും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയാനും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വ്ളോഗ്. ബൈ.